സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ ഉണ്ടായ തമ്മിൽ തല്ലിന് പിന്നാലെ INL പിളർന്നു. കാസിം ഇരിക്കൂറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതായി പ്രസിഡന്റ് Abdul വഹാബും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അബ്ദുൽ വഹാബിനെ ദേശീയ നേതൃത്വം പുറത്താക്കിയതായി കാസിം ഇരിക്കൂറും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ ഏക MLA അഹമ്മദ് ദേവർകോവിൽ മന്ത്രിയായതിന് പിന്നാലെ ഉടലെടുത്ത ഭിന്നതയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിൽ എത്തിയത്. ഈ ജനറൽ സെക്രട്ടറിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധ്യമല്ല. ഇത് വേദനാജനകമാണ്. പക്ഷേ ഇതൊരു സർജിക്കൽ ഓപ്പറേഷനാണ്. ഇത്തിരി വേദനയുണ്ടാകും. കാസിം ഇരിക്കൂറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കാം. പകരം ചുമതല സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ CP നാസർ കോയ തങ്ങളെ ഏൽപ്പിച്ചിരിക്കാം. സ്റ്റേറ്റ് കൗൺസിൽ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 3-ാം തീയതി ചൊവ്വാഴ്ച കോഴിക്കോട് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ ചേരും. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ 6 വർഷത്തേക്ക് പാർട്ടിയുടെ പ്രധാന ഭാരവാഹികൾ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നതിനിടെ പ്രവർത്തകർ തമ്മിലുള്ള അടിപിടി. പിന്നാലെ ഇരുവിഭാഗങ്ങളായി ചേർന്ന യോഗം. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അബ്ദുൽ വഹാബിനെ ദേശീയ നേതൃത്വം പുറത്താക്കി. പിന്നാലെ കാസിം ഇരിക്കൂറിനെ അബ്ദുൽ വഹാബ് വിഭാഗവും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. 5 മണിക്കൂറിനുള്ളിൽ INL പിളർപ്പ് പൂർണ്ണം. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ല എന്നാണ് അബ്ദുൽ വഹാബിന്റെ നിലപാട്. പാർട്ടി തനിക്കൊപ്പമാണ്. സംസ്ഥാന കൗൺസിൽ ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. അദ്ദേഹം വ്യക്തമാക്കിക്കോട്ടെ. ഞങ്ങൾക്കൊന്നും വലിയൊരു വിഷയമല്ല. മന്ത്രി വരുന്നതും മന്ത്രി വരും മന്ത്രി പോകും, അതൊക്കെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ജനാധിപത്യത്തിൽ. ഒരു പാർട്ടി നിലനിൽക്കുന്നതിന്റെ പ്രധാന ഉപാധി എന്ന് പറയുന്നത് പ്രവർത്തകരാണ്. INL-നെ UDF-ൽ എത്തിക്കാനുള്ള ശ്രമമാണ് അബ്ദുൽ വഹാബ് നടത്തുന്നതെന്നാണ് കാസിം ഇരിക്കൂറിന്റെ ആരോപണം. ഇന്ത്യ നേതൃത്വം ആണ് ഇന്ന് വഹാബിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്ന് രാവിലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഏതാനും പേര് ഇറങ്ങിപ്പോയിട്ട് അവരൊരു പാർട്ടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് നമ്മൾ അർത്ഥം വെക്കേണ്ടത്? പാർട്ടി പ്രവർത്തകരെയും മുതിർന്ന നേതാക്കളെയും ഒപ്പം നിർത്താനുള്ള നീക്കം ഇരുപക്ഷവും തുടങ്ങിയിട്ടുണ്ട്. ഇടതുമുന്നണി ആരെ പിന്തുണയ്ക്കുമെന്നതും നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. INL തമ്മിലടി ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. മുന്നണിയുടെ താൽപര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും വിജയരാഘവൻ പറഞ്ഞു. മുന്നണിയുടെ താൽപര്യങ്ങൾക്ക് സഹായകരമായതല്ല. സ്വാഭാവികമായിട്ടും ഈ സംഭവങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യും. അതിൻ്റെ ശേഷമേ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള മറ്റ് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ. മുന്നണിക്കകത്ത് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ കഴിയൂ. മറ്റു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ശേഷിക്കുന്നത് ഇന്നത്തേക്ക് കൂടി മാത്രം. ഇന്നലെ സംസ്ഥാനത്ത് റെക്കോർഡ് വാക്സിനേഷനാണ് നടന്നത്. 4,83,017 പേർക്ക് ഇന്നലെ വാക്സിൻ നൽകി. ഇനി 2 ലക്ഷം ഡോസ് വാക്സിനാണ് ശേഷിക്കുന്നത്. സമ്പൂർണ്ണ കോവിഡ് വാക്സിനേഷൻ നടത്തി തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമം കഠിനകുളം പഞ്ചായത്തിലെ പുത്തൻതോപ്പ് ഗ്രാമമാണ് അർഹമായ എല്ലാവരെയും പൂർണ്ണമായും വാക്സിനേഷൻ നടത്തിയത്. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണം സമാഹരിച്ചാണ് സമ്പൂർണ്ണ വാക്സിനേഷൻ സാധ്യമാക്കിയത്. കഠിനകുളം ഗ്രാമപഞ്ചായത്തിലെ പുത്തൻതോപ്പ് നിവാസികൾ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അർഹമായ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കുകയാണ് ഗ്രാമം. 18 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 1500ഓളം പേരാണ് ഗ്രാമത്തിലുള്ളത്. ഇതിൽ സർക്കാർ ആശുപത്രികളിൽ നിന്ന് വാക്സിൻ ലഭിക്കാത്ത 936 പേർക്ക് പ്രാദേശിക കൂട്ടായ്മ വഴി വാക്സിൻ നൽകി. കോവിഡ് 2ാം തരംഗം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് പുത്തൻതോപ്പ്. ഇതാണ് വേഗത്തിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ എന്ന ആശയത്തിൽ പ്രദേശവാസികളെ എത്തിച്ചത്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മളെ തന്നെ ആരോഗ്യപൂർണ്ണമാക്കി മാറ്റുക എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് ഈ കൂട്ടായ്മയായിട്ട് വളരുന്നത്. 3ാം വാക്സിൻ ഡ്രൈവും അവസാനിച്ചു. പ്രദേശവാസികളും ഹാപ്പി. എല്ലാ വിഭാഗം ആൾക്കാർക്കും വളരെയധികം ഉപകാരപ്രദമായി. ഞങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കുകയോ കാത്തു കിടക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഒരു നാട്, ഒരു
സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര സേഫ്റ്റി ഇതായിട്ടാണ് ചെയ്തേക്കുന്നത്. 2 സ്വകാര്യ ആശുപത്രികളുമായി സഹകരിച്ചാണ് വാക്സിൻ ഡ്രൈവ് നടത്തിയത്. കോവിഡ് പ്രതിരോധത്തിൽ മാതൃകയാണ് പുത്തൻതോപ്പ് ഗ്രാമം. എന്തായാലും കോവിഡിൻ്റെ 3ാം തരംഗത്തിൽ നിന്ന് ഈ പ്രദേശവാസികൾ രക്ഷ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 17,466 പേർക്ക് കോവിഡ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ഇന്നും 2000-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും 12-ന് മുകളിലായി. 12.3 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 66 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 16,035 ആയി. 15,247 പേർക്ക് രോഗം ഭേദമായി. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 1,42,008 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് 271 പ്രദേശങ്ങളിൽ 15% മുകളിലാണ് TPR. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18-ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 450 ഗ്രാമങ്ങളിലൂടെ 2,26,850 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. ആലപ്പുഴയിൽ കോവിഡ് വാക്സിൻ വിതരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഡോക്ടർക്ക് CPM നേതാക്കളുടെ മർദ്ദനം. കുപ്പപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ശരത് ചന്ദ്രബോസിനാണ് മർദ്ദനമേറ്റത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘുവരൻ ഉൾപ്പെടെ 3 നേതാക്കൾക്കെതിരെ നെടുമുടി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് 10 പേരുടെ ലിസ്റ്റ് നൽകി വാക്സിൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായി ഡോക്ടർ ശരത് പറയുന്നു. മുൻകൂട്ടി അനുവദിച്ച 150 ഡോസ് ഒരു വാർഡിന് 10 വീതം നൽകിയതായി അറിയിച്ചു. ക്രമവിരുദ്ധമായി വാക്സിൻ നൽകാനാവില്ലെന്ന് പറഞ്ഞതോടെ ക്ഷുഭിതനായി തിരികെ പോയ പ്രസിഡന്റ് വൈകിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർക്കൊപ്പം എത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ പറയുന്നു. കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് ഇറക്കി ഈ പറഞ്ഞ പ്രതിഷേധിയുമായിട്ട് വന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇടാനൊരു ശ്രമം നടത്തി. പക്ഷേ ഞാനതിൽ നിന്നും കുതിറി മാറി ഞാനകത്ത് ആ റൂമിലേക്ക് തന്നെ കയറി കഥ കടച്ചു. പിന്നെ ഇതേ തുടർന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഈ 3 മണിക്കൂറായിട്ട് തടഞ്ഞു വെച്ചേക്കാണ് ഈ 12ഓളം ജീവനക്കാരെ, സ്ത്രീകൾ ഉൾപ്പെടെ അടങ്ങുന്ന 12ഓളം ജീവനക്കാരെ 3 മണിക്കൂറായിട്ട് തടഞ്ഞു വെച്ചേക്കാണ്. ആക്രമണത്തിനിടെ ഓടി മുറിയിൽ കയറി വാതിലടച്ച് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘുവരൻ, വിശാഖ് വിജയ് എന്നിവർക്കെതിരെ നെടുമുടി പോലീസ് കേസെടുത്തു. അതേസമയം രാവിലെ മുതൽ വാക്സിൻ നൽകാത്തതിൽ പ്രതിഷേധിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് വിശദീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗുണ്ടകളെ കൊണ്ട് മർദ്ദിച്ചു, ഒരു അടിസ്ഥാനവും ഇല്ല, പച്ചക്കള്ളമാണ്. ഞാൻ ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി കൊടുക്കും. ന്യൂസ് 18 ആലപ്പുഴ. ലോക്ഡൌൺ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചതായി ആരോപണം. ആലത്തൂർ MP രമ്യ ഹരിദാസ്, മുൻ MLA VT ബൽറാം, യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി തുടങ്ങിയ നേതാക്കൾക്കെതിരെയാണ് ആരോപണം. പാലക്കാട് നഗരത്തിലെ ഒരു ഹോട്ടലിൽ ഇവർ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഓൺലൈൻ ഫുഡ് സർവീസ് നടത്തുന്ന ഡെലിവറി ബോയ് ഇവരെ ചോദ്യം ചെയ്യുന്ന വീഡിയോയാണ് പുറത്തുവന്നിട്ടുള്ളത്. എന്നാൽ ഭക്ഷണം പാഴ്സൽ വാങ്ങാൻ വന്നതാണെന്നും ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നും രമ്യ ഹരിദാസും VT ബൽറാമും വിശദീകരിച്ചു. ഡൈനിങ് അലൗഡ് അല്ലല്ലോ, എങ്ങനെയാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്? ഒന്നും ഓപ്പൺ അല്ലല്ലോ, ഒരു പ്ലേസ് ഓപ്പൺ അല്ലല്ലോ. അങ്ങനെ ആകുമ്പോ എങ്ങനെയാണ് കഴിക്കാൻ പറ്റും? ആരത്തെമ്മടുത്തരം കാണിച്ച് ഒരു ഇൻഡോർ ഡൈനിങ്. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ 4 മുഖ്യപ്രതികൾ കസ്റ്റഡിയിൽ. സെക്രട്ടറി സുനിൽകുമാർ, ബ്രാഞ്ച് മാനേജർ ബിജു കരീം, ബിജോയ്, ജിൽസ് എന്നിവരാണ് പിടിയിലായത്. കേസിലെ 6 പ്രതികളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. 50 ലക്ഷം രൂപ വീതമുള്ള 29 അനധികൃത വായ്പാ രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ നിന്നാണ് 4 പ്രതികളും പിടിയിലായത്. കരവന്നൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി സുനിൽകുമാർ, ബ്രാഞ്ച് മാനേജർ ബിജു കരീം, സീനിയർ അക്കൗണ്ടന്റ് ജിൽസ്, കമ്മീഷൻ ഏജന്റായിരുന്ന AK ബിജോയ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ബിജു കരീം CPMന്റെ പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും TR സുനിൽകുമാർ പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. തൊടുപറമ്പ് ബ്രാഞ്ച് അംഗമാണ് ജിൽസ്. ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ടന്റ് റെജി അനിൽ, ഇടനിലക്കാരനായി പ്രവർത്തിച്ച കിരൺ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇതിൽ കിരൺ വിദേശത്തേക്ക് കടന്നു. ഇതിനിടെ വായ്പാ തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തി. ഇരിങ്ങാലക്കുട, പുറത്തുശ്ശേരി, കുരുമ്പിശ്ശേരി എന്നിവിടങ്ങളിലെ വീടുകളിലാണ്
6 സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയം പരിശോധന നടത്തിയത്. പ്രതികളുടെ വീട്ടിൽ നിന്നും ആധാരങ്ങളും 29 വായ്പാ രേഖകളും കണ്ടെത്തി. തേക്കടിയിലെ റിസോർട്ട് രേഖകളും പ്രതികളുടെ പാസ്പോർട്ടും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നടപടി നാളെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. നാളെ ജില്ലാ കമ്മിറ്റി ചേർന്ന ശേഷം തീരുമാനമെടുക്കും. ശക്തമായ നടപടി ഉണ്ടാകുമെന്നും വിജയരാഘവൻ പറഞ്ഞു. അതൊക്കെ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ. ശക്തമായ നടപടി ഉണ്ടാവും, അതിൽ സംശയിക്കേണ്ട കാര്യത്തിൽ. ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവും. ആലപ്പുഴ തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം തടഞ്ഞ സമരസമിതി പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനം. റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ഭദ്രൻ ഉൾപ്പെടെയുള്ളവർക്കാണ് അമ്പലപ്പുഴ പോലീസിന്റെ മർദ്ദനമേറ്റത്. അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഭാരം കയറ്റി കരിമണൽ ലോറികൾ പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ തഹസിൽദാരുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞത്. ദീർഘകാലമായി മണൽ നീക്കത്തിനെതിരെ വിവിധ സമരസമിതികളും രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്തു വരികയാണ്. എന്നാൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടും മാറാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് നടപടിയെടുക്കേണ്ടി വന്നതെന്ന് അമ്പലപ്പുഴ പോലീസ് പറഞ്ഞു. കോട്ടയത്തും നായയോട് വീണ്ടും ക്രൂരത. അയർക്കുന്നം ലാക്കൂട്ടൂർ റോഡിലാണ് കാറിന് പിന്നിൽ നായയെ കെട്ടിവലിച്ചത്. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് സംഭവമുണ്ടായത്. ക്രൂരത നേരിൽ കണ്ട നാട്ടുകാർ CCTV പരിശോധിക്കുകയായിരുന്നു. കാർ ഓടിച്ചത് യുവാവാണ് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അതേസമയം വാഹനം ആരുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയെ അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ വൈസ് ചെയർമാനായി നിയമിച്ചു. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഡയറക്ടേഴ്സ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറക്കിയത്. അബ്ദുള്ള മുഹമ്മദ് അൽ മസ്രോയിയാണ് ചെയർമാൻ. 29 അംഗ ഡയറക്ടർ ബോർഡിലെ ഏക ഇന്ത്യക്കാരനാണ് യൂസഫ് അലി. വിനയത്തോടെയും അഭിമാനത്തോടെയുമാണ് നിയമനത്തെ കാണുന്നതെന്നും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളോട് നന്ദി രേഖപ്പെടുത്തുന്നതായും MA യൂസഫ് അലി പ്രതികരിച്ചു. കോഴിക്കോട് കൊടുവള്ളി കട്ടിലക്കുന്നിൽ 7 വർഷമായി 4 അംഗ കുടുംബം കഴിയുന്നത് ഒറ്റമുറി ഷെഡിൽ. ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചുവെങ്കിലും അധികൃതർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിർധന കുടുംബത്തിന് വീട് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് കൊടുവള്ളി MLA MK മുനീർ പറഞ്ഞു. കുട്ടികൾ രാത്രി ഞെട്ടി എണീക്കും. ശബ്ദം ഇങ്ങനെ ചരല് വാരിയെറിയുന്ന സൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ രാത്രി ഞെട്ടെണീക്കും. ഞങ്ങൾ തന്നെ ഉറങ്ങലില്ല. രാത്രി മഴ പെയ്യുന്നേരമൊക്കെ എണീറ്റിരിക്കൽ തന്നെയാണ്. മഴക്കാലം രാജുവിനും മഞ്ജുവിനും ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്. ഭാര്യയുടെ സ്വർണം പണയപ്പെടുത്തിയാണ് കിഴക്കോത്ത് പഞ്ചായത്തിലെ കട്ടിലക്കുന്നിലെ 8 സെന്റ് ഭൂമിയിൽ വീടിനായി രാജു വായ്പയെടുത്തത്. വീടിന്റെ തറ നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്നെ ഇൻഡസ്ട്രിയൽ തൊഴിലാളിയായ രാജുവിന് 2.5 ലക്ഷം രൂപ ബാധ്യതയായി. കുടുംബത്തിന്റെ ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തയെ തുടർന്ന് കൊടുവള്ളി MLA MK മുനീർ ഇടപെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടും കൂടി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ ലൈഫിൻ്റെ അതിൻ്റെ CEO ആയിട്ടും സംസാരിച്ചിട്ട് അവർക്ക് എത്രയും പെട്ടെന്നൊരു വീട് കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്യാം. കോവിഡ് വന്നതോടെ രാജുവിന് സ്ഥിരം ജോലിയില്ലാതായി. ഇതോടെ രാജുവിനെ ആശ്രയിക്കുന്ന 4 അംഗ കുടുംബത്തിന്റെ ജീവിതവും ദുരിതപൂർണമായി. വീട്ടിലെ പഴയ TV പ്രവർത്തനരഹിതമായതോടെ കാർത്തിക്കിന്റെ ഓൺലൈൻ പഠനവും ഇപ്പോൾ അവതാളത്തിലാണ്. അടിവയറിൽ മുഴ വന്നതിനാൽ ചികിത്സയിലാണ് 3.5 വയസ്സുകാരി വേദിക. വീട് ലഭിക്കാൻ നടപടിയുണ്ടാകുമെന്ന MK മുനീറിന്റെ ഉറപ്പിന്റെ ആശ്വാസത്തിലാണ് രാജുവും കുടുംബവും. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. പീഡനക്കേസിൽ അറസ്റ്റിലായ കായിക അധ്യാപകൻ സ്കൂളിൽ വെച്ച് മർദ്ദിച്ച് കാലൊടിച്ചെന്ന പരാതിയുമായി വിദ്യാർത്ഥി. കോഴിക്കോട് കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലെ അധ്യാപകൻ VT മനീഷിനെതിരെയാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. തുടയിലൊടിഞ്ഞ് ഇപ്പോഴും ചികിത്സയിലാണ് ഈ വിദ്യാർത്ഥി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വാർത്ത ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വീണിട്ട് പിന്നെ ഞാൻ വീണിട്ട് എന്നെ അവിടുന്ന് കുട്ടികൾ എന്നെ എടുത്തോണ്ട് വന്ന ശേഷം അവരെന്നെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിൻ്റെ ഇപ്പുറത്ത് തന്നെ കിടത്തി. എനിക്ക് അങ്ങനെ പോലും എഴുന്നേക്കാൻ പറ്റില്ല. എന്നിട്ട് സാറ് പറഞ്ഞു അവൾ ഒറ്റയ്ക്ക് വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓരോ മണ്ണൊക്കെ തൊട്ട് വരുന്ന പോലെയാണ് ഞാൻ വന്നത്. മണ്ണൊക്കെ തൊട്ട് വന്നതിന് ശേഷം സാർ ആ സ്റ്റെപ്പേലൊക്കെ പിടിച്ച് എങ്ങനെ കയറി ആ ജിമ്മിൻ്റെ അടുത്തെല്ലാം. അത് കഴിഞ്ഞിട്ട് സാറിനോട് ഇങ്ങോട്ട് കയറി തല്ലി ഒരു എക്സസൈസ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് സാർ അവിടെ നിന്ന് എന്നിട്ട് ചവിട്ടി. കട്ടിപ്പാറ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ VT മനീഷിന്റെ കീഴിൽ കായിക പരിശീലനത്തിനെത്തിയ ഒരു പെൺകുട്ടിയുടെ ഗതിയാണിത്.
പരിശീലനത്തിൽ പിഴവ് കാണിച്ചുവെന്നാരോപിച്ച് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. തുടയെല്ല് പൊട്ടി പെൺകുട്ടി അവശനിലയിലായിട്ടും ചികിത്സ നിഷേധിച്ചു. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വെള്ളം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ വെള്ളം കൊടുക്കണ്ടെന്നാണ് സാറ് പറഞ്ഞതെന്നാണ്. പിന്നെ 2 കുട്ടികൾ മാറി ഇന്നേക്ക് വെള്ളം തരിക ചെയ്തത്. പിറ്റേ ദിവസം രക്ഷിതാക്കളെത്തിയാണ് പെൺകുട്ടിയെ ആശുപത്രിയിലെത്തിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെൺകുട്ടി ഫിസിയോതെറാപ്പി ചികിത്സ തുടരുകയാണ്. വീണ് പരിക്കേറ്റുവെന്ന് പറയണമെന്ന് അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതിനാൽ കുട്ടി വീട്ടുകാരോടും മർദ്ദന വിവരം പറഞ്ഞിരുന്നില്ല. പീഡനക്കേസിൽ അധ്യാപകൻ ഇന്നലെ അറസ്റ്റിലായപ്പോഴാണ് പെൺകുട്ടി സത്യം പുറത്തു പറഞ്ഞത്. മാഷ് ചവിട്ടിയത് ഇവള് മിണ്ടിയിട്ടില്ല, മാഷ് ഇങ്ങനെ ഉപദ്രവിച്ചതും പറയണില്ല. കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച് ഭയപ്പെടുത്തുകയാണ് അധ്യാപകന്റെ രീതി. ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ചൂഷണം പുറത്തു പറയാതിരിക്കാനാണ് മർദ്ദനമെന്ന് രക്ഷിതാക്കൾ സംശയിക്കുന്നു. മർദ്ദനത്തെക്കുറിച്ച് സ്കൂൾ പ്രധാനാധ്യാപികയോട് പലതവണ പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്ന് മറ്റു രക്ഷിതാക്കളും ആരോപിക്കുന്നു. 4 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിക്ക് ഇപ്പോഴും പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. പെൺകുട്ടി താമരശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. കായിക സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ അധ്യാപകനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് പെൺകുട്ടിയും കുടുംബവും ആവശ്യപ്പെടുന്നു. സിദ്ദിഖ് പന്തൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ക്രൂ ചേഞ്ചിൽ ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം തുറമുഖം. 370 ക്രൂ ചേഞ്ചുകളാണ് കഴിഞ്ഞ 1 വർഷത്തിനിടെ വിഴിഞ്ഞത്ത് നടന്നത്. രാജ്യത്തെ ഒരു മൈനർ പോർട്ടിൽ ഇതാദ്യമായാണ് 1 വർഷത്തിനിടെ ഇത്രയേറെ ക്രൂ ചേഞ്ചുകൾ നടക്കുന്നത്. ഇതിലൂടെ കോടികളുടെ വരുമാനവും സർക്കാരിന് കിട്ടി. ഒരൊറ്റ ദിവസം കൊണ്ട് 9 കപ്പലുകൾ. ക്രൂ ചേഞ്ചിലൂടെ ലഭിച്ച വരുമാനം 15 ലക്ഷം. ഇന്തോനേഷ്യയുടെ ചാമ്പ്യൻ പ്ലഷറും ഹോങ്കോങ്ങിന്റെ ഗ്യാസ് ജെമിനിയും അടക്കം 9 കപ്പലുകൾ പുറംകടലിൽ നങ്കൂരമിട്ടതോടെ വിഴിഞ്ഞത്ത് പിറന്നത് പുതുചരിത്രം. വലിയ പ്രതിസന്ധികളെ മറികടന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് വിഴിഞ്ഞത്ത് ആദ്യമായി ക്രൂ ചേഞ്ച് നടന്നത്. 1 വർഷത്തിനിടെ ക്രൂ ചേഞ്ചിനായി ഇവിടേക്കെത്തിയത് 370 കപ്പലുകൾ. കഴിഞ്ഞ ദിവസം എത്തിയ 9 കപ്പലുകളുടെ 4.5 കോടി രൂപയാണ് സർക്കാരിന് വരുമാനമായി ലഭിച്ചത്. ഇന്ത്യയിൽ ഒരു പോർട്ടിലും ഇത്രത്തോളം കപ്പലുകൾ ക്രൂ ചേഞ്ചിനായിട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങിക്കിട്ടാൻ വേണ്ടി, ഇവിടെ ക്രൂ ചേഞ്ച് തുടങ്ങിക്കിട്ടാൻ അതെല്ലാം തരണം ചെയ്ത് ഇപ്പോൾ ഒരുവിധം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അനുവദിച്ച് കിട്ടിയാൽ ക്രൂ ചേഞ്ചിലൂടെയുള്ള വരുമാനം 10 ഇരട്ടി വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിയും. മാനേജ്മെന്റ് ചേഞ്ച്, ഓണർ ചേഞ്ച് അടക്കമുള്ള കാര്യങ്ങളിലൂടെയാണ് വരുമാനം വർദ്ധിപ്പിക്കാനാകുക. അതിനായി വിഴിഞ്ഞം തുറമുഖത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. എന്നാൽ ISPSനുള്ള ഫീസായ 3.5 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. ISPS വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തോടുകൂടെ 370 ഷിപ്പാണ് ഇവിടെ എത്തുന്നത്. ഇത് 10 ടൈംസ് ആയിട്ട് മാറും. ഇപ്പോൾ ഒരുപാട് കമ്പനീസ് നമ്മളുടെ അടുത്ത് ഫോറിനേഴ്സ് സൈൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്വയറി ചെയ്യാണ്. ക്രൂ ചേഞ്ചിന്റെ സമയദൈർഘ്യം കുറയ്ക്കാൻ കപ്പൽ ജീവനക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള ടഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഷൂട്ടിംഗ് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഇന്ത്യൻ താരങ്ങൾ നിരാശപ്പെടുത്തി. മനു ഭേക്കറും യശസ്വിനി ദേശ്വാളും ഫൈനൽ കാണാതെ പുറത്തായി. ഈ ഇനത്തിൽ റഷ്യയുടെ വിറ്റാലിന ബൽസരാഷ്കിന ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം നേടി. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിളിലും ഇന്ത്യക്ക് നിരാശ തന്നെ. ഇത് ഇന്ത്യയുടെ ദീപക് കുമാറും ദിവ്യാൻഷ് സിംഗും ഫൈനലിൽ കാണാതെ പുറത്തായി. യോഗ്യത റൗണ്ടിൽ ദീപക് കുമാർ 28-ാമതും ദിവ്യാൻഷ് 32-ാമതുമാണ് ഫിനിഷ് ചെയ്തത്. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.